വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവർക്കും ബക്രീദിന്റെ ആശംസകൾ നേരുന്നു സ്നേഹപൂർവ്വം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ബാർജിന്റെ നമ്മുടെ മെസ്സ് കാലത്തുള്ളിലത്തെ കാഴ്ചകളാണ് ഞങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ ബക്രീദ് പ്രമാണിച്ച് ഇഷ്ടം പോലെ ഫുഡാണ്. അപ്പൊ അതാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എന്റെ കൂടെ കുറച്ച് പേരോട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതമുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അനീഷേട്ടനുണ്ട്, പിന്നെ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും വരും. അപ്പൊ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എത്തി ഇവിടെ. പിന്നെ നമ്മുടെ മെയിൻ താരം ഇവിടെ ജയണ്ണൻ ഇവിടെ എത്തിയിട്ട് ജയണ്ണൻ വന്നല്ലോ. എന്താണ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഈദ് മുബാറക് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബസ് റൂമിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇതാട്ട കാഴ്ചകൾ എല്ലാവരോടും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ്. ഫുള്ള് തിരക്കാട്ടാറ്റിൻ്റെ ഇവിടെ ഇതേപോലെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. കയറി വരുമ്പോൾ എന്നെ കൂടെ കുടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള 2 ജ്യൂസുകളും കൂടെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് കൗണ്ടർ എന്ന് വെച്ചാൽ ഇതായിരുന്നു. ഇന്ന് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആ ഒരു ഭാഗത്താണ് വെച്ചേക്കണേ. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാട്ടാണ് കേട്ടോ, നല്ല നോയ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള തോരണങ്ങൾ കൊണ്ടുകൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ശരിക്കും എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ ആടിൻ്റെ ഇത് എന്താ വെക്കണേന്ന് എടോ, ഈ ആടിൻ്റെ ഇത് എന്തെങ്കിലും വെക്കണ കാരണം ബക്രീദിനെ ആടിനെ ഇറക്കണ കാരണം. ഓക്കെ, ബക്രീദിനെ ആടിനെ ഇറക്കണ കാരണമല്ലേ ആടിൻ്റെ ഫോട്ടോ. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഇത് നമ്മുടെ സാലഡിന്റെ കൗണ്ടറാണ് കേട്ടോ. ഇഷ്ടം പോലെ സാലഡാണ്. ഓരോ കൺട്രിയിലത്തെയും വിവിധ തരത്തിലുള്ള സാലഡുകൾ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇത് ഫ്രൂട്ട് സാലഡ്, ഇത് വെജിറ്റബിൾ സാലഡ്, അങ്ങനെ കുറേ സാലഡുകളുണ്ട്. ഇത് ചിക്കൻ സാലഡാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് അറബിക് സാലഡാണ്. ഇത് രണ്ടും അറബിക് സാലഡാണ്. ഇത് സാൽമൺ ഫിഷിന്റെ ഒരു അറബിക് സാലഡാണ് കേട്ടോ. ഗായ്സ്, നമ്മൾ അങ്ങനെ രണ്ടാമത് എത്തിയ കൗണ്ടർ വെച്ചത് നമ്മുടെ അറബിക് കൗണ്ടറാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതൊരു ബീഫിൻ്റെ ഒരു കബാബാണ്. ഓക്കെ, ഇത് ചിക്കൻ കബാബാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ ടർക്കി ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു റോസ്റ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ ചിക്കൻ ഐറ്റം, ചിക്കൻ നമ്മുടെ നരകത്തിലെ ചിക്കനൊക്കെ ഇല്ലേ, ആ ചിക്കനാണ് ഇവിടെ ഇരിക്കണേ. ഓക്കെ, കുറേ പേര് ഇവിടെ ഇഷ്ടം പോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ സാൽമൺ ഫിഷ് കണ്ടാ, സാൽമൺ ഫിഷ് കണ്ടോ ഇവിടെ. ഈ സാൽമൺ ഫിഷ് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിക്കും. ആ കത്തണ കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ തണ്ണിമത്തനൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ കണ്ട, ആ ചെമ്മീൻ അവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അറബിക് ഐറ്റമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അറബിക് ഷെഫ്. ഓക്കെ, ഇതിൻ്റെ അടിയിൽ നിങ്ങൾ തണ്ണിമത്തനാണ് കേട്ടോ, വേറെ ഒന്നല്ല. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ കൗണ്ടറിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഷമാമോൺ ഉണ്ടാക്കി ചെറിയൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബൊമ്മ പോലത്തെ ഒരു സാധനത്തിന് കാണാനായിട്ട് സാധിക്കും. ഷമാം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ കൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ധാരാളം സ്വീറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇഷ്ടം പോലെ സ്വീറ്റ്സ് ഒക്കെ ലഭ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൻ്റെ പേരോട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേരോട് ഞാൻ വിട്ടുപോയി. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ക്ലിപ്പിൽ എൻ്റെ ഓഡിയോ അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈദ് മുബാറക്കിന് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പഴം വെച്ചിട്ട് അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പഴം എന്തിനു വെച്ചേക്കണമെന്ന് മനസ്സിലായിട്ടില്ല, ഒരു വാടിയ പോലത്തെ പഴമാണ്. പിന്നെ ഇവിടെ ലഡ്ഡു കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഡ്ഡൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഏകദേശം തീർന്നു. പിന്നെ സ്വീറ്റ്സ് കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ നമ്മളിവിടെ എത്തിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് ഏരിയയിലേക്കാണ്. കുറേ അധികം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വാട്ടർമെലൺ അവിടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർമെലണൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇലയൊക്കെ നല്ല രീതിയിൽ കാണാനായിട്ട് ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓഫ് ഷോറിലെ ഈദ് മുബാറക്കിൻ്റെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. മുകളിൽ ബലൂൺ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള തോരണങ്ങളൊക്കെ ഇങ്ങനെ ഞാത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പം അതൊക്കെ മെല്ലെ കിട്ടുന്നു മാറിയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. പിന്നെ നിങ്ങൾക്കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. തിരക്കായ വരണേ ഉള്ളൂ, പക്ഷേ നമുക്കവിടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പാട്ടും അതുപോലെ നോയ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മുടെ മെസ് റൂമിൽ ആകെ കറണ്ട് പോയിരിക്കുകയാണ്. ആ കൂടി മാനളവ് മാത്രം മിന്നുന്നുണ്ട്, വേറെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ ലൈറ്റ് കെടുത്തി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൽമൺ ഫിഷ് കത്തിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സാനിറ്റൈസറാണ്. ഓക്കെ ഗായ്സ്, നമ്മുടെ ഷെഫ് വന്നിരിക്കുകയാണ്. ഇവിടെ സാനിറ്റൈസർ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി അടിപൊളി. ഈ സംഭവം കത്തിയിട്ട് വേണം ശരിക്കും ഇത് കുക്കാവാൻ. ഓൾറെഡി കുക്കായിട്ടുള്ള സാധനമായിരിക്കും കേട്ടോ. അത് ഒരു 3/4 ഭാഗം കുക്കായി ഉണ്ടാവും. പിന്നെ ഇതൊന്ന് ലേശം കുക്കായിട്ട് അങ്ങനെയാവും തോന്നുന്നത്. പിന്നെ ഇതൊരു ഷോയാണ്. ഓക്കെ, അടിപൊളി. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്.
ചിക്കൻ്റെ 2 കബാബും ബീഫിൻ്റെ 2 കബാബും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ലഡ്ഡു എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് എൻ്റെ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം കൊന്നു തോന്നുന്നില്ല. നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കൊടുക്കുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, ചൂട് നന്നായിട്ട് കുറവായിരുന്നു. ഏകദേശം 2 മണിക്കൂർ അവർ ജസ്റ്റ് ഒരു പ്രദർശനത്തിനെ വെക്കണ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പലരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചൂടൊന്നും ഇല്ലാത്ത കാരണം എന്താ പറയുക, ഒരു ടേസ്റ്റ് കുറവ് കാര്യങ്ങളൊക്കെ തോന്നി. ടേസ്റ്റ് കാര്യങ്ങളുണ്ട്, പക്ഷേ ചൂട് കുറവിൻ്റെ ഇതാണ്. ഭയങ്കരമായിട്ട് തണുത്തിട്ടാണ് ഇരിക്കണത്. പിന്നെ AC യിലാണല്ലോ ഇവിടെ ഇരിക്കണത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. കഴിഞ്ഞ അവിടത്തെയും ഏകദേശം ഇതേപോലെ ആയിരുന്നു. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ചൂടാക്കി കഴിച്ച കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്തവണ ഓവൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാനായിട്ട് സാധിച്ചില്ല. ഓവൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ചൂടാക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം.